കല്ലും കഞ്ചാവും ലഹരിയും ഉപയോഗിക്കുന്നവർക്കെന്ന് പെണ്ണുള്ള കാലമോ, കുടുംബത്തെ നോക്കി നല്ലതുപോലെ ജീവിക്കുന്നവർക്കെന്ന് പെണ്ണില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ റിസ എന്ന പൊന്നുമോൾ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കാണുമ്പോ എത്രയോ ആത്മഹത്യകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണം നോക്കി, പവർ നോക്കി, പത്രാസ് നോക്കിയിട്ടു പ്രിയപ്പെട്ട പെൺമക്കളുടെ ജീവിതം കച്ചവട ചരക്കാക്കി മാറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നശിച്ചു പോകുന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതമാണോ? എല്ലാം അവസാനിച്ചിട്ട് ഖേദിച്ചിട്ട് എന്താ കാര്യമുള്ളതോ? അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പറഞ്ഞ എത്ര യാഥാർത്ഥ്യമോ. ദീൻ കൊണ്ട് നിങ്ങൾ വിജയിക്കണേ എന്ന് പറഞ്ഞു തരുമ്പോ ഇന്ന് ആരും ദീൻ നോക്കാറില്ലോ. നല്ല കുടുംബമാണോ, നല്ല സ്വഭാവമാണോ എന്നൊന്നും ആരും നോക്കാറില്ലോ. എല്ലാവർക്കും പണമാണ് വേണ്ടത്, എല്ലാവർക്കും സ്ഥാനമാനങ്ങളാണ് വേണ്ടത്. അല്ലാഹ്, എത്രയോ കുടുംബ ജീവിതങ്ങളാണ്, എത്രയോ പാവപ്പെട്ട പെൺമക്കളുടെ ജീവിതങ്ങളാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങളോട് എരിഞ്ഞമർന്നു പോകുന്നത്. ഒരു നേരത്തെ ബുദ്ധിമോശം കൊണ്ട് ജീവിതത്തെ അവസാനിപ്പിച്ചു കളയുമ്പോ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമെന്ന് നിങ്ങൾ മറന്നു പോകല്ലേ. അല്ലാഹുവേ, ഒരു സങ്കടം പോലും കേൾക്കാൻ ആരുമില്ലോ. ഒരു പ്രയാസം വരുമ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തലാണ്. മാതാപിതാക്കൾ പോലും ചേർത്ത് നിർത്തുന്നില്ലോ. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാനും എന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് അനുഭവിച്ചതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാ പ്രിയപ്പെട്ട മക്കള് ഭർത്താവിന്റെ വീട്ടിലേക്ക് മടക്കി അയക്കുമ്പോ അത് മരണത്തിലേക്കാണ് നിങ്ങൾ തള്ളിവിടുന്നത് എന്ന് കാലം തെളിയിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാഹ്.